ഹലോ ഗായ്സ്, വെൽക്കം ഓൾ ഓഫ് യു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ്. മോർണിംഗ് ടു ആഫ്റ്റർനൂൺ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ട് എൻ്റെ ഹെയർ കെയർ റുട്ടീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഷോർട്ട് വീഡിയോസ് കൂടെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എന്താ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഹെയർ കെയർ ആണ്. സോ ഞാൻ രാവിലെ എണീറ്റിട്ട് ഫ്രഷ് ആയൊന്നുമില്ല കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ക്യാമറയൊക്കെ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ലിപ്സ്റ്റിക് ഇടണമല്ലോ മസ്റ്റായിട്ടും. ഓക്കെ, അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. എനിക്ക് കോക്കനട്ട് ഓയിലിൻ്റെ സ്മെല്ലോ ടെക്സ്ചറോ ഒന്നും എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കോക്കനട്ട് ഓയിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ട്രാവൽ ചെയ്യുന്ന ടൈമിൽ മാത്രം പാരച്യൂട്ടിൻ്റെ ആ കുഞ്ഞി 10 രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അത് മേടിച്ചിട്ട് പോകും. വൈ ബിക്കോസ് അത് ട്രാവൽ ഫ്രണ്ട്ലി ആയതുകൊണ്ട് മാത്രമാണ്. 1 or 2 ഡേയ്സിന് മാത്രം. അല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ്. ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ ഒരു നല്ലെണ്ണയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഓയിലാണ് ഫേവറേറ്റ് ആയിട്ടുള്ളത്, ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹെയറിൽ നല്ലോണം ഒരു വീക്ക്ലി 2 times എങ്കിലും മസാജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പ് കിട്ടുള്ളൂ, നറിഷ്ഡ് ആയിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ ഒരു ഹെയർ കെയർ റുട്ടീൻ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഇപ്പോൾ കുറച്ചായിട്ട് വർക്കായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് നല്ലോണം വർക്കാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻസിലൂടെ എന്നെ അറിയിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഈ മോതിരമൊക്കെ കുരുങ്ങി, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഊരി വെച്ചിട്ട് വേണം നമ്മൾ ഹെയർ മസാജ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട്. ഈ ഒരു മോതിരം എനിക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ. കാരണം ഇത് സിൽവറിൻ്റെ ആണ്. വിലയൊക്കെ കുറവാണ് കേട്ടോ, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. പക്ഷേ ഇത് അഡ്ജസ്റ്റബിൾ റിംഗ് ആണ്. നമ്മളുടെ ഏത് വിരലിൽ വേണോ നമുക്ക് ഇടാൻ പറ്റും. വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്കും ഇടാൻ പറ്റും. അത്രയും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള അടിപൊളി ഒരു റിംഗാണ്. കുറേ നാളായി വാങ്ങിച്ചിട്ട്. സോ ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഹെയർ കെയറിൽ ഞാൻ ഓൾറെഡി ഒരു പാക്ക് അപ്ലൈ ചെയ്തത് കാരണം എന്നിട്ട് ഞാനത് നമ്മുടെ ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഇപ്പോൾ എൻ്റെ മുടി ഫുള്ള് സ്റ്റിക്കി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്താലും നമ്മൾ ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് സ്റ്റിക്കി ആയിട്ടൊക്കെ ഉണ്ടാവും. ഞാൻ അതിനുശേഷം കുറേ തവണ നോർമൽ വാട്ടർ വെച്ച് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അതിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ് ഒന്നും പോകണുണ്ടായിരുന്നില്ല. സോ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്താലും നമ്മളത് നന്നായിട്ട് ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പാക്കെല്ലാം തന്നെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഹെയർ കെയർ റുട്ടീൻ ആയിട്ട് തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. അതിൽ മാത്രമായിട്ട് ഒരു വീക്ക്ലി ഹെയർ കെയർ റുട്ടീനാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. 2-3 പാക്കും ഒക്കെ വരുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇപ്പം ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മളുടെ മുടി നല്ലോണം വളരണം എന്നുണ്ടെങ്കിൽ നല്ല ഒരു മസാജ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ റഫായിട്ടുള്ള സ്കിന്നിൽ അല്ലെങ്കിൽ ഹെയറിൽ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് മുടി ബ്രേക്കായി പോകാനും പൊട്ടി പോകാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളൊന്ന് നറിഷ് ചെയ്തിട്ട് നല്ലോണം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മുടെ നമ്മുടെ ഹെയറിനെ നല്ലോണം സ്മൂത്ത് ആക്കും. അപ്പോൾ മസാജിങ് കുറച്ചുകൂടെ നന്നായിട്ട് ഈസി ആവും. ആദ്യം മസാജ് ചെയ്ത് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയർ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷമാണ് ഞാൻ സ്കാൽപ്പിലോട്ട് പോകുന്നത്. ഞാൻ ഫിംഗർ ടിപ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഫുള്ളായിട്ട് നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓയിൽ ഇങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്യുന്നത് ഫിംഗർ ടിപ്സ് വെച്ചിട്ടാണ്. അതിനുശേഷം ഒരു നല്ല പല്ലകലുള്ള കോമ്പ് യൂസ് ചെയ്തിട്ട് നല്ലോണം ചീകി ജടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കുന്നുണ്ട് മുടി. അതിങ്ങനെ വെച്ച് കുറച്ച് നേരം നമ്മൾ വച്ചേക്കും. ഒരു 1 hour വെച്ചേക്കും. മാക്സിമം ഒരു 1 hour അത്രേ വെച്ചിരിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ലോണം ഒരു ഹെഡ് മസാജ് കൊടുക്കുക. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ ഓൾറെഡി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. വീക്ക്ലി ഒരു 2 times മാത്രം ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്താൽ മതി കേട്ടോ. രാത്രി കിടക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഹെയർ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം ലഭിക്കും. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും. സോ നമുക്ക് ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ആവാനും നല്ലതാണ്. മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് ഗ്രാജുവലി കുറയും. ഇത് മാത്രം ചെയ്തതുകൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ കുറയില്ല. നല്ലതായിട്ട് പ്രോട്ടീൻസ് ഉള്ള
ഫുഡ് എടുക്കണം. പിന്നെ ഞാനൊരു ഹെയർ പാക്ക് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് സൂപ്പർ വർക്കിംഗ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ മുന്നുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം എനിക്ക് നല്ലോണം ഹെയർ ഫോൾ ഉണ്ട്. ഞാൻ വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് കുറച്ചായപ്പോൾ ആദ്യത്തെ യൂസിലൊന്നും എനിക്ക് റിസൾട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. സോ ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം നല്ലോണം ഞാൻ ഹെയറിലും സ്കാൽപ്പിലും ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലതായിട്ട് മുടി വൃത്തിയായി ചീകിയിട്ട് കെട്ടിവെക്കുന്നത്. നല്ല അകലമുള്ള ചീപ്പ് നിങ്ങൾ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്. അതാണ് നമുക്ക് നമ്മുടെ മുടിയുടെ ജട കളയാനും വൃത്തിയാക്കാനും ആയിട്ട് അതാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളത്. നമുക്ക് മറ്റേ കോമ്പ്, സാധാരണ കോമ്പുണ്ടല്ലോ, അത് നമുക്ക് മുടി ചീകി കെട്ടി വെക്കാനുള്ളതാണ്. സോ ഇതിന് രണ്ടിനും നല്ല ഡിഫറൻസ് ഉണ്ട്. സോ ട്രൈ ചെയ്യുക. ദെൻ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ഇടിയപ്പവും വെജിറ്റബിൾ കറിയാണ് നമുക്ക് കഴിക്കാനുള്ളത്. എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ്. എനിക്ക് ഇടിയപ്പത്തിൻ്റെ ഒപ്പം വെജിറ്റബിൾ കറിയൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഒന്നിൻ്റെ ഒപ്പം വെജിറ്റബിൾ കറി ഇഷ്ടമല്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് കുറേ ഡ്രസ്സ് ഉണ്ട്, അത് നമുക്ക് വാഷ് ചെയ്യണം. കുറേ നാളായിട്ട് ഇട്ടിട്ട് കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു ഗൈസ്. മഴയൊക്കെ ഇല്ലേ, അപ്പോൾ നമുക്ക് കഴുകിയാലും ഉണക്കാനോ ഒന്നും പറ്റില്ല. സോ അതങ്ങനെ കൂട്ടി വെച്ചിട്ട് എല്ലാം ഞാൻ പോയി വാഷ് ചെയ്ത് മുകളിൽ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പോയി കുളിച്ചു. തലയൊക്കെ നല്ലോണം ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഷാമ്പു മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കറൻ്റ് കണ്ടീഷണറൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. എൻ്റെ മുടി ഇപ്പം അത്യാവശ്യം ഓക്കെ ആണ്. അതുകൊണ്ട് ഞാൻ കണ്ടീഷണർ എനിക്കൊരു മസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങളുടെ ഹെയർ എക്സ്ട്രീംലി ഡ്രൈ ഹെയർ ആണ്, ഷാമ്പു യൂസ് ചെയ്ത് അപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈനെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു കണ്ടീഷണർ കൂടെ യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അത് പിന്നെ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നിങ്ങൾക്ക് ലോക്കൽ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നല്ല ഒരു ഷാമ്പു കൂടെ നമ്മൾ മേടിച്ച് യൂസ് ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ നന്നായിട്ടിരിക്കുകയുള്ളൂ. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് നോർമൽ ഷാമ്പൂസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ റെഗുലർ ബേസിൽ നല്ല ഒരു മൈൽഡായിട്ടുള്ള മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഷാമ്പൂ തന്നെ യൂസ് ചെയ്യുക. എന്നാൽ നമുക്ക് കണ്ടീഷണർ പോലും യൂസ് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതിനുശേഷം ഒരു ബനാന കുറേ നാളായിട്ട് എൻ്റെ മമ്മി എൻ്റെ പുറകെ നടക്കുന്നുണ്ട്, കഴിക്കുക എന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ ബനാന, റോ ബനാനയുടെ ടേസ്റ്റ് ഇഷ്ടമേ അല്ല. സോ ഞാൻ ഇന്നിനിപ്പോൾ എന്തെങ്കിലും ചെയ്ത് കഴിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് കുറച്ച് റൗണ്ടിൽ കട്ട് ചെയ്ത് കുറച്ച് നെയ്യ് മാത്രം അപ്ലൈ ചെയ്തിട്ട് ഹെയർ കെയർ സ്കിൻ കെയർ ചെയ്തത് ഇങ്ങനെയായി ഗൈസ്. ഓക്കെ, അത് വെച്ച് നമ്മൾ പാനിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വറുത്ത് കഴിക്കുകയാണ് കേട്ടോ. ഒരിച്ചിരി മാത്രം നെയ്യ്, എനിക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമാണ്. സോ നെയ്യ് എങ്ങനെ തന്നാലും ഞാൻ കഴിക്കും. പിന്നെ ഫാൻ ഇട്ടിട്ട് മുടി ഉണക്കാണ് കുറച്ച് നേരത്തേക്ക് ഇരുന്ന്, അതല്ലെങ്കിൽ ജലദോഷം വരും. അപ്പോൾ നന്നായിട്ട് എയർ ഡ്രൈ ചെയ്യുക. നമ്മൾ ഹെയർ ഡ്രയറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെരി റെയറായിട്ട് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതാണ് ഇന്നത്തെ നമ്മളുടെ വർക്ക്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഓൾറെഡി നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു കുട്ടിയുടെ ഫോട്ടോഷൂട്ടിനുള്ള മെർമെയ്ഡ് ഡ്രസ്സാണ്. ഫസ്റ്റായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഡ്രസ്സ് ചെയ്യുന്നത്. ഇത് ഇന്നലെ ഞാൻ ഈ ഒരു ഭാഗത്തിനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്ട്. സോ ഞാൻ ഇത് ചെയ്ത് ഇങ്ങനെ വെച്ചു. കുറച്ചുകൂടെ പണികളുണ്ട്, അതും കൂടെ ചെയ്യണം. മീൻ വൈൽ നമുക്ക് കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചെറുപയർ തോരനാണ് ചെയ്യുന്നത്. ചെറുപയർ കുക്കറിലിട്ട് വേവിക്കും. അതിനുശേഷം കുക്കർ ഓപ്പൺ ചെയ്തിട്ട് തേങ്ങ അരച്ചിട്ട് കൂട്ടുണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. തേങ്ങ, ജീരകം, ചെറിയുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ദെൻ ഇത് കുക്കറിനകത്ത് അകത്തോട്ട് തന്നെ ഇട്ട് കൊടുത്ത് വെള്ളം എന്തെങ്കിലും കുറച്ച് കാണുമല്ലോ, അത് വറ്റിച്ചെടുത്തിട്ട് കടുക് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചോറും മീൻകറിയൊക്കെ അമ്മ വയ്ക്കും. സോ നമുക്ക് ഇത് മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവാം. പിന്നെ ഞാൻ രാവിലെ വീഡിയോ എടുക്കുന്ന തിരക്കിലും പിന്നെ വേറെ കുറച്ച് പണികളുണ്ടായിരുന്നല്ലോ, ഞാൻ ചായ കുടിക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ എൻ്റെ ചായ അവിടെ ഇരിക്കുന്നുണ്ട്, ചൂടാക്കി കുടിക്കാൻ പറഞ്ഞിട്ട്, കട്ടൻ ചായയാണേ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഓക്കെ, പിന്നെന്താ ഉച്ചയ്ക്കും ചായ കുടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചായ ചൂടാക്കി എടുത്തിട്ട് വന്ന് ഇവിടെ നിന്ന് കുടിക്കുകയാണ്. ഞാൻ എന്തൊക്കെയോ മനസ്സിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതെന്താണെന്ന് ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ ഈ റൂം ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഞാൻ മുന്നേ ഒരു ഹാങ്ങിങ് ഇട്ടിട്ടുണ്ടായിരുന്നു, വാൾ ഹാങ്ങിങ്, സീലിംഗ് ഹാങ്ങിങ് എന്നൊക്കെ പറയാം. അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിരുന്നു. ഡെയിലി ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് ഫാനിൻ്റെ കാറ്റിലിങ്ങനെ ആടുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ കുറേ നേരത്തെ എണീറ്റ് ഇത് ആടുന്ന കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ഒരു ഡിഫറൻസ് ആയിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നെ ഞാനത് ചീത്തയായിപ്പോയി. കുറേ നാളുകൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു അത്. കഴിഞ്ഞു. ഇനി ഒരു പുതിയതൊരെണ്ണം ഇടണമെന്നുണ്ട്. ഇപ്പം എനിക്ക് മടി കാരണം അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. കോളേജ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ടൈം വെക്കേഷൻ ഉണ്ടല്ലോ, ആ സമയത്താണ് ഞാനതൊക്കെ ചെയ്ത്
ഇവിടെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളോടത്ത് വരുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവണുണ്ടോ എന്തോ എനിക്കറിയില്ല. എനിക്കും ഇപ്പോൾ അതൊന്നും ഓർമ്മയില്ല. മൈക്കില്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് തന്നെ സംസാരിച്ച് അങ്ങ് എടുക്കായിരുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ചിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ചെറുപയറിൻ്റെ തോരൻ, മീൻകറി, അച്ചാർ, ചോറ്, ഇത്രയാണ് കേട്ടോ. മാങ്ങ അച്ചാറാണ്. സോ അടിപൊളി ലഞ്ചായിരുന്നു. എനിക്കെത്തു അന്നത്തെ ലഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കംപ്ലീറ്റ് ടേസ്റ്റ് ബാലൻസ് ഉള്ളൊരു ഫുഡായിരുന്നു. ഓക്കെ, അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ മറ്റേ ഡ്രസ്സ് പോയി ചെയ്യും. അതാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതുവരെയും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ലവ് യു സോ മച്ച്. ബൈ.